हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव. ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗം 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതാ അനാത്മാനസ്തു ശത്രുത്വേ വർത്തേദാത്മൈവ ശത്രുവത്. മലയാളം: തന്നെത്താനേ അടക്കുന്നോനെന്നും ആത്മാവ് ബന്ധുവാം, അടക്കാൻ കഴിയാത്തോനെ മുടിക്കും ശത്രുവായിടും. ഏന ആത്മന ആത്മാജിതഃ തസ്യ ആത്മനഃ. ആത്മാവിനെക്കൊണ്ട് അന്തർമുഖ ബുദ്ധി. ആത്മാവിനെ ജയിച്ചവന്, അതായത് ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ജയിച്ചവന് ആത്മാ ഏവ ബന്ധുഹു, താൻ തന്നെ ബന്ധുവാകുന്നു. തു അനാത്മനഃ ആത്മാ ഏവ ശത്രുതേ. എന്നാൽ ഈ ജയം, മനോജയം നേടിയിട്ടില്ലാത്തവന് താൻ തന്നെ തനിക്ക് അഹിതമായിട്ടുള്ള ഒരു ശത്രുവിനെ പോലെ പ്രവർത്തിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, തനിക്ക് താൻ തന്നെ ശത്രുവാണ്, തനിക്ക് താൻ തന്നെ സുഹൃത്തുമാണെന്ന്. അത് ഒന്നും കൂടെ മനസ്സിലാക്കി തരാനാണ്. ബഹിർമുഖമായിട്ടുള്ള മനസ്സാണ് നമ്മുടെ ശത്രു എന്നുള്ളതും കഴിഞ്ഞ ശ്ലോകത്തിൽ വിവരിച്ചതാണ്. അന്തർമുഖമായിട്ടുള്ള ബുദ്ധി, അതായത് നമ്മുടെ ചപലമായ മനസ്സിനെ നമുക്ക് ബുദ്ധി കൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിയുടെ നിയന്ത്രണം കൊണ്ട് നമ്മുടെ വരുതിയിൽ വരുത്താനാണ് ഒരു സാധകൻ ശ്രമിക്കേണ്ടതെന്നും പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ ഇന്ദ്രിയ മനോബുദ്ധികളെ അന്തർമുഖ ബുദ്ധി കൊണ്ട് ബഹിർമുഖമായിട്ടുള്ള മനസ്സിനെ ജയിച്ചവനെന്നാണ്. ഈ വിഷയങ്ങളിൽ ഭ്രമിച്ച് നമ്മൾ കഴിയുന്നത് ഒരു നീചപ്രകൃതിയാണ്. അതിനെ പ്രകാശിപ്പിക്കുന്ന ശരിക്കുമുള്ള സാക്ഷി ചൈതന്യം, അതായത് ആത്മാവിനെ മനസ്സിലാക്കുന്നത്, അത് ദിവ്യപ്രകൃതിയുമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക? ഒരു സാധകനാവാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു യോഗി, സാധാരണയായിട്ടുള്ള ഒരു ലൗകികൻ ഒരു യോഗിയാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വിഷയകാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ ഉൾവലിക്കണം. അപ്പം നമുക്ക് ഒന്നിൽ നിന്ന് ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി നേടണമെങ്കിൽ മറ്റെന്തിലെങ്കിലും ഒന്നിൽ മുറുകെ പിടിപ്പിക്കണം. ഇത് നമ്മൾ ഇതിന് മുന്നത്തെ ശ്ലോകത്തിലും പറഞ്ഞു. ഒന്നിൽ നിന്ന് വിടുമ്പോൾ മറ്റൊന്നിൽ നമ്മൾ ബലമായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ നിന്നൊക്കെ ഉൾവലിയാൻ തോന്നുന്നു. ശരി, ഉൾവലിയുമ്പോൾ ആത്മാവിനോട് ഒന്ന് അടുക്കുകയും കൂടെ വേണം. അങ്ങനെ ആത്മാവിലേക്ക് അടുത്തൽ, ആത്മാവിൻ്റെ സ്വാധീനത്തിന് വരുതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മൾ തന്നെ ബന്ധുവായിട്ട് മാറും. അതേ സമയത്ത് നമ്മൾ എന്താണ് ആത്മാവ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ മഹിമ, എന്താണ്, എന്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, യോഗി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അറിയാത്ത വിഷയത്തിൽ തന്നെ കിടന്ന് മറിയുന്ന, അല്ലെങ്കിൽ വിഷയത്തിനോട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇപ്പം നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞിട്ട്, വിഷയലോലുപൻ എന്ന് പറയും, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് ആത്മാവ് ഒരു ശത്രുവിനെ പോലെയാണെന്ന് പറഞ്ഞു തരാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഒരു സാധാരണയായിട്ടുള്ള ഒരു ലൗകികൻ എന്നും, നമ്മൾ ഇതൊക്കെ കുറേ പ്രാവശ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, എന്നും തന്നെ ആശങ്കകളാണ് അല്ലേ. എന്നും ഒരിക്കലും മനസ്സിന് സ്വസ്ഥതയില്ല. ഓരോ ദിവസവും രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഇന്ന് എന്തൊക്കെയാണാവോ ഭഗവാനെ സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചായിരിക്കും എണീക്കുന്നത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ അശുഭങ്ങൾ നമ്മൾ കേൾക്കേണ്ടിയും വരും. ആഗ്രഹങ്ങൾ ആണെങ്കിലോ ഒരു കാലത്തും നിൽക്കുന്നില്ല. എപ്പോഴും ആഗ്രഹമാണ്. എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. ആകെ എത്ര കിട്ടിയാലും മതിയാവുന്നൊരു സാധനമേ ഉള്ളൂ, കുറച്ച് ഭക്ഷണം. അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടാന്ന് തോന്നും. അത് മാത്രമേ ഉള്ളൂ മതിയെന്ന് നമ്മൾ പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ എന്താണ്, നമ്മൾ തന്നെ ശത്രുവായിട്ട് മാറും.
പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ ഉപദേശിച്ച പോലെ മുന്നേയുള്ള ചാപ്റ്ററുകളിൽ പറഞ്ഞ പോലെ കർമ്മയോഗം അനുഷ്ഠിച്ച് ഒരു യോഗിയാവാനായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങണം. ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തോണി എടുത്തിട്ട് കടലിലേക്ക് പോവുകയാണ്. കടൽക്ഷോഭം ഉണ്ടെന്നൊക്കെ അറിയാം, നന്നായിട്ട് അറിയാമെങ്കിലും അവനവൻ്റെ ഉപജീവന മാർഗത്തിന് മീൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മത്സ്യം പിടിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങിയേ പറ്റുള്ളൂ. അതാണ് മുക്കുവരുടെ ജീവിതമല്ലോ. അതല്ലെങ്കിൽ നമുക്കൊരു അപ്പുറത്തെ ലക്ഷ്യസ്ഥാനമുണ്ട്, അവിടേക്ക് നമ്മൾക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്കുള്ള യാത്ര തുടങ്ങണം. ധാരാളം സംസാര സാഗരമാണ് അത്. എങ്ങനെ തിരമാലകൾ, കടലിൽ തിരമാലകൾ വരുന്ന പോലെ തന്നെ പല പല കാര്യങ്ങളും നമ്മളെ തിരമാലകളിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. എവിടെയാണോ ചാകര കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ മീനിനെ നമുക്ക് കിട്ടുന്നത്, ഇത് തിരഞ്ഞു പോവുകയാണ്. അപ്പോൾ അവിടേക്ക് എത്തണം, അതാണ് അവരുടെ ലക്ഷ്യസ്ഥാനം. നമ്മുടെ ലക്ഷ്യസ്ഥാനം, നമ്മളിപ്പോൾ ലൗകികന്മാരാണ്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ സംസാര സാഗരം നീന്തി തന്നെ കിടക്കണം. അതിന് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാനാണ്. ആ ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാവും. ആ കൃപ അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് ആ തിരമാലകളെ മറ്റ് മുക്കുവന്മാർ അതിജീവിക്കുന്ന അതുപോലെ തന്നെ ഈ സംസാരസാഗരം നീന്തി കടക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ശ്രമിക്കണം അല്ലേ? ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്ത് നടക്കുന്ന പല 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 കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾക്ക് ഇഷ്ടമുള്ളതുണ്ടാവും, ഇഷ്ടമല്ലാത്തതുണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കില്ല. ഒരു മടുപ്പ്, എന്താ ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ള മാതിരത്തെ ഒരു മടുപ്പ്. ഇപ്പോൾ ഈ ടി വി കാണുകയാണ്, അല്ലെങ്കിൽ കുറേ സീരിയലുകൾ കാണുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഇപ്പം ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് കാണുന്നു. ഇതൊക്കെ എന്ത് മൂല്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല എനിക്ക് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. ഉണ്ടാവാം ചിലപ്പോൾ കുറേ കാര്യങ്ങൾ അതിജീവിക്കാനുള്ളൊരു കഴിവൊക്കെ കിട്ടുമെന്നൊക്കെ പറയണു, അറിയില്ല. എന്തായാലും അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത പല പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവാം, നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ടാവാം. അതിലൊക്കെ ഒരു മടുപ്പ് തോന്നുക. ആ മടുപ്പ് തോന്നുമ്പോൾ, മടുപ്പ് തോന്നിയാൽ മാത്രം പോരാ, മടുപ്പ് തോന്നുമ്പോൾ നമുക്കൊരു ശക്തി അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മെല്ലെ ഭഗവാനെക്കുറിച്ചുള്ള ആത്മീയമായിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക, ആത്മീയമായിട്ടുള്ള ബുക്കുകൾ വായിക്കുക. അങ്ങനെ അതിലേക്ക് ചെറുതായിട്ട് എപ്പോഴും ഭഗവാനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടേ ജീവിക്കുക. അപ്പം നമുക്ക് മറ്റേത് ഏതായാലും നമ്മൾ വിടാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ശ്രദ്ധ വരും. ഇതിലേക്ക് ശ്രദ്ധ വന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാനന്ദം മെല്ലെ നമുക്ക് തോന്നി തുടങ്ങും. എന്നും തന്നെ ഇത് ചെയ്യണം, ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല, അയ്യോ ചെയ്യണം, അതെന്നാൽ എന്നോട് സന്തോഷം കിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ തുടങ്ങുകയാണ്, നമ്മൾ യോഗിയാവാനുള്ള ഒരു സ്റ്റെപ്പിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ മാത്രം ചിന്ത വന്നാൽ മറ്റു കാര്യങ്ങൾ, അതായത് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ മഥിക്കുന്ന മറ്റു കാര്യങ്ങൾ മെല്ലെ 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 പിന്തിരിയാൻ തുടങ്ങും. രണ്ടുപേരും കൂടിയിട്ട് അടി കൂടുന്ന പോലെയാണ്. അപ്പോൾ ഒരാൾക്ക് ജയം എന്തായാലും ഉറപ്പാണെങ്കിൽ മറ്റേത് ഇനി ഞാനിപ്പോൾ വന്നിട്ട് കാര്യമില്ല എന്ന് പറയണ മാതിരി ആ സംസാര സാഗരത്തിലെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വലിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. എപ്പോഴും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാക്സിമം രണ്ടുപേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നമ്മളിവിടെ ശ്രമം കുറവാണ്. ആർക്കാണ്? നമ്മൾ ആത്മീയതയിലേക്ക് എത്തുന്ന ശ്രമം നമ്മുടെ മുഴുവനായിട്ടില്ല. അതുകൊണ്ട് അവിടെ ശ്രമം കുറവും മറ്റിടത്ത് കൂടുതലുമാണെങ്കിൽ ടഗ് ഓഫ് വാർ പോലെ ആയിരിക്കും. വടംവലി കണ്ടിട്ടില്ലേ? അതുപോലെ ആയിരിക്കും. നമ്മൾ വീണ്ടും ഇന്ദ്രിയങ്ങളിലേക്ക് തന്നെ ചെന്ന് വീഴും. പക്ഷെ അതിന് പകരം ഈക്വലായിട്ട് അത്രയും തന്നെ നമ്മൾ ഇതിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം കിട്ടും. മാത്രമല്ല നമ്മുടെ മനസ്സിനെ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ളൊരു ചട്ടക്കൂട്ടിലിടണം. കാരണം ഇന്ദ്രിയങ്ങൾ അഥവാ വിളിക്കാൻ വന്നാലും ഞാനില്ല, എനിക്ക് വേണ്ട, എനിക്ക് ആ കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല എന്ന നിലപാട് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ടും മാറും. അപ്പോൾ ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതും നമ്മൾ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ ലക്ഷ്യം ഇതാണ്, ലക്ഷ്യസ്ഥാനത്ത് എത്തണമല്ലോ തിരമാലകൾ അതിജീവിച്ചിട്ട്. അതുപോലെ ഈശ്വരൻ എന്താണ് ഈ ഈശ്വര ചൈതന്യം എന്ന് പറയണത്, അത് ആത്മസാക്ഷാത്കാരം എന്ന് പറയണത് എന്താണ്, ഇതെനിക്ക് മനസ്സിലാക്കണം എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക.
അപ്പം ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ അല്ലേ, ഇന്നലെ വരെ മര്യാദയായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഉൾവലിയുന്നു, പെട്ടെന്ന് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവർ തീർച്ചയായിട്ടും എന്താ വട്ട് തുടങ്ങിയോന്ന് ചോദിച്ചു എന്ന് വരാം ചിലപ്പം. അത് എന്തതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയായി എന്നുള്ള പല സംഭാഷണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് വരും. പലതും നമ്മളെപ്പറ്റി പറഞ്ഞ് നടന്നു എന്ന് വരും. അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നമ്മൾക്ക് എന്തൊരാപത്ത് വന്നാലും നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് താങ്ങായിട്ട് നിൽക്കുന്ന ഒരു നല്ല സുഹൃത്ത് എപ്പോഴും ഉണ്ടാവും. ഒരു നല്ല ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തായിരിക്കാം. മിക്കവാറും എല്ലാവർക്കും തന്നെ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അത് നമ്മൾ അവരോട് പെരുമാറുന്നതിനനുസരിച്ചും കൂടി ഇരിക്കുക. അപ്പോൾ എന്ത് വിഷമഘട്ടം വന്നാലും, അത് സന്തോഷമായാലും ശരി വിഷമഘട്ടമായാലും ശരി, ആ സുഹൃത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഒരു സാധകനായിട്ടുള്ള നമ്മളുടെ മനസ്സ് എങ്ങനെ ഇരിക്കണം, ആ സുഹൃത്ത് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുകയാണല്ലോ, അതിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഹൃത്ത് നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ആരാണ് ആ സുഹൃത്ത്? ഭഗവാനാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം കോളിളക്കമൊന്നും സൃഷ്ടിക്കാണ്ട് മനസ്സിനെ ഇങ്ങനെ പ്രശാന്തമാക്കി തരും. അപ്പോൾ നമുക്ക് മാനമോ അഭിമാനമോ അതൊന്നും എല്ലാം ഈ ലോകത്ത് നടക്കുന്ന എല്ലാം തന്നെ വെറും ഭ്രമങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധകൻ്റെ കാര്യമാണ് കേട്ടോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അഹന്ത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നമ്മൾ തന്നെയാണ് നമ്മളുടെ ബന്ധു. എല്ലാം ജയിച്ച ആൾക്ക് അത് സുഹൃത്തായിട്ട് ഭവിക്കുന്നു, എന്നാൽ മനോജയം നേടിയിട്ടില്ലാത്ത ആൾക്ക് അത് ശത്രുവിനെ പോലെ പ്രവർത്തിക്കുന്നു. ഇനി 7ാമത്തെ ശ്ലോകം. ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോ. മലയാളം. ശീതമുഷ്ണം സുഖം ദുഃഖം മാനമൊട്ടവമാനവും തന്നിൽ താനേ അടക്കുന്നോനെന്നുമെന്നും സമാഹിതൻ. ജിതാത്മനഃ മനസ്സിനെ ജയിച്ചവൻ, പ്രശാന്തസ്യ പ്രശാന്തി അനുഭവിക്കുന്ന, മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാന്തത കൈവരും. ശീതോഷ്ണ സുഖദുഃഖേഷു ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും തഥാ മാനാപമാനയോ മാനത്തിലും അപമാനത്തിലും പരമാത്മാ അന്തരാത്മാവ് സമാഹിതഃ സാമ്യഭാവത്തിൽ സദാ വിളങ്ങുന്നു. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു യോഗിയാവാം. ആ യോഗിയുടെ മനസ്സ് എപ്പോഴും ഒരു സുസ്ഥിരമായിട്ട്, അതായത് ആത്മധ്യാനത്തിൽ സുസ്ഥിരമായിട്ടാണ് ഭവിക്കുന്നത്. എന്ത് സാഹചര്യം വേണമെങ്കിൽ വന്നോട്ടെ, അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, അതൊന്നും അവരുടെ ധ്യാനനിഷ്ഠയ്ക്ക് ഒരു ഭംഗവും വരുത്തില്ല. അല്ലെങ്കിൽ അതൊന്നും അവരെ യാതൊരു തരത്തിലും ഇളക്കില്ല. അവരുടെ ധ്യാനം ഉറച്ചു തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ. ശീതോഷ്ണം, അപ്പോൾ ശീതം തണുപ്പാണ്, ഉഷ്ണം ചൂടാണ് അല്ലേ. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നതാണ്. അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനേ പോകുന്നില്ല. അത് ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അതുപോലെ തന്നെ ഉഷ്ണമായാലും ശീതമായാലും നമ്മളുടെ വികാരങ്ങൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ശാരീരികമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ ശീതോഷ്ണങ്ങൾ എന്ന് പറയുന്നത്. ഇനി സുഖദുഃഖങ്ങൾ അത് മാനസികമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളാണ്. മാനാപമാനം എന്ന് പറയുന്നത് ബുദ്ധിയുടെ നിലവാരത്തിൽ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ശാരീരികമായിരിക്കാം, ഇത് 3ഉം കൂടെ പറയുമ്പോൾ ശാരീരികമായിരിക്കാം, മാനസികമായിരിക്കാം, ബുദ്ധിപരമായിരിക്കാം. ഇതെന്ത് സംഭവിച്ചാലും ഇവയ്ക്കൊന്നിനും തന്നെ ഒരു യോഗാരൂഢൻ്റെ ധ്യാനനിഷ്ഠയ്ക്ക് ഭംഗം വരുത്താൻ സാധിക്കില്ല. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പം മനസ്സിനെ കീഴടക്കിയ ഒരാൾക്ക്, ഒരു യോഗിക്ക് ശാന്തിയാണ് എപ്പോഴും, പ്രശാന്തസ്യ എന്നാണ്, എപ്പോഴും ശാന്തിയാണ് അതനുഭവപ്പെടുന്നത് കൊണ്ട് അദ്ദേഹം പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള പരമാത്മാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം, മാനം, അപമാനം എല്ലാം ഒരുപോലെയാണ്. അത് നല്ലത്, ഇത് ചീത്ത, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെ നേടുന്നതെന്നുള്ളത് ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ എപ്പോഴും ഈ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോഗാനുഷ്ഠാനം നടത്തി
അല്ലേ, നമ്മുടെ സ്റ്റെപ്പാണത്. യോഗാനുഷ്ഠാനം നടത്തി തുടങ്ങിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? മനോനിയന്ത്രണം കൈവരും. മനോനിയന്ത്രണം കൈവന്നാൽ നേരത്തെ പറഞ്ഞ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണോ സാക്ഷാൽ ഭഗവാന്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ നിർദ്ദേശം അത് മാത്രമാണ് നമ്മൾ അനുസരിക്കുക എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അത് നേടിക്കഴിഞ്ഞ ആൾക്ക് ഇതൊന്നും നേരത്തെ പറഞ്ഞ ഈ സുഖദുഃഖങ്ങളോ ശീതോഷ്ണങ്ങളോ ഒന്നും തന്നെ ബാധിക്കുക മാത്രമല്ല, എപ്പോഴും പരമാത്മാവിൽ മുഴുകി തന്നെ ധ്യാനം ചെയ്യാനായിട്ടും സാധിക്കും. ഇപ്പം നമ്മൾ 7ാമത്തെ ശ്ലോകം വായിച്ചു. ഇനി 8ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിദ്ധമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണു.